ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8 ഹിന്ദി ചാപ്റ്റർ 16 പാനി കി കഹാനി. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ്, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ ഫേസസുകൾ ഒരു കഥാരൂപത്തിൽ പഠിക്കുകയാണ്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. പാനി കി കഹാനി എന്ന് വെച്ചാൽ ദ സ്റ്റോറി ഓഫ് വാട്ടർ. मैं आगे बढ़ा ही ताकि बेर की झाड़ी पर से मोती सी एक बूंद मेरे हाथ पर आ पड़ी. അപ്പോൾ ഇതിനകത്ത് ഒരു വഴിയാത്രക്കാരൻ തൻ്റെ അനുഭവം പറയുകയാണ്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്ലം ബുഷിൽ നിന്നും ഒരു മുത്ത് കണക്ക് ഒരു വെള്ളത്തുള്ളി അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വീണു. मेरे आश्चर्य का ठिकाना न रहा जब मैंने देखा कि ओस की बूंद मेरी कलाई पर से सरक कर हथेली पर आ गई. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്ചര്യത്തിന് വല്ലാതെ ആശ്ചര്യപ്പെട്ടു. എന്താണ് ഈ വെള്ളത്തിൻ്റെ തുള്ളി അദ്ദേഹത്തിൻ്റെ റിസ്റ്റിൽ നിന്നും, കലായി എന്ന് വെച്ചാൽ റിസ്റ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പാം വരെ ഒഴുകി വന്നു. അപ്പം അദ്ദേഹത്തിന് അത് ഒരു അത്ഭുതമായിരുന്നു. മേരി ദൃഷ്ടി പടുത്തേ ഹി വഹ് ടഹർ ഗയി. അപ്പോൾ ആ വഴിയാത്രക്കാരൻ ആ വെള്ളത്തുള്ളിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് അത് പെട്ടെന്നങ്ങ് നിന്നു. തോടി ദേർ മേ മുझे സിതാർ കെ താരോं की सी ജങ്കാർ സുനായി ദേനെ ലഗി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സിതാറിൻ്റെ സൗണ്ട് പോലെ, അതേപോലൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. मैंने सोचा कि कोई बजा रहा होगा. അപ്പം അദ്ദേഹം വിചാരിച്ചു ആരെങ്കിലും സിത്താർ വായിക്കുന്നുണ്ടായിരിക്കും. ചാരോ ഓർ ദേക്ക, അദ്ദേഹം ആരാണ് വായിക്കുന്നതെന്ന് അറിയാൻ 4 വശത്തും അദ്ദേഹം നോക്കി. കോയി നെഹി, അവിടെ ഒന്നും ആരുമില്ല. ഫിർ അനുഭവ് ഹുവാ കി യഹ് സ്വർ മേരി ഹത്തേലി സേ നിക്കൽ രഹാ ഹെ. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ സ്വരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് വരുന്നത്. ध्यान से देखने पर मालूम हुआ कि बूंद के 2 कण हो गए हैं और वे दोनों हिल हिलकर यह स्वर उत्पन्न कर रहे हैं मानो बोल रहे हो. അപ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ വെള്ളത്തുള്ളി 2 കണങ്ങളായിട്ട് മാറി പരസ്പരം ഇങ്ങനെ തട്ടിമുട്ടി ഉള്ള ഒരു ശബ്ദമാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉസി സുരീലി ആവാസ് മീം മൈനെ സുനോ സുനോ. അപ്പോൾ ആ സിത്താറിൻ്റെ സൗണ്ടിൽ തന്നെ അദ്ദേഹം പിന്നെയും കേട്ടു, കേക്കൂ കേക്കൂ, എന്നെ ഒന്ന് കേക്കൂ എന്നുള്ള ആ ഒരു വിളി. മൈ ചുപ്ത, വഴിയാത്രക്കാരൻ മിണ്ടാതെ നിന്നു. ഫിർ ആവാസായി സുനോ സുനോ, പിന്നെ ആ ശബ്ദം കേട്ടു, കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ. അബ് മുസ്സേ ന രഹാ ഗയാ മേരെ മുഖ് സേ നിക്കൽ ഗയാ കഹോ കഹോ. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്കും വഴിയാത്രക്കാരൻ പിന്നെ മിണ്ടാതിരുന്നില്ല. അദ്ദേഹം പിന്നെ ചോദിച്ചു, പറഞ്ഞോ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാൻ. ഓസ് കി ബൂന്ദ് മാനോ പ്രസന്നത സേ ഹിലി ഓർ ബോലി മൈ ഓസ് ഹു. അപ്പോൾ ഈ വെള്ളത്തുള്ളി ഭയങ്കര സന്തോഷത്തോടു കൂടി കുലുങ്ങിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു വെള്ളത്തുള്ളിയാണ്. ജാൻതാ ഹു മൈനെ കഹാ, എനിക്കറിയാം എന്ന് ആ വഴിയാത്രക്കാരൻ പറഞ്ഞു. ലോക് മുझे പാനി कहते हैं ജൽ ഭി. ആളുകൾ എന്നെ പാനി എന്നും വിളിക്കും, ജൽ എന്നും വിളിക്കും. മാലൂം ഹെ, വഴിയാത്രക്കാരൻ പറഞ്ഞു, അതും എനിക്കറിയാം. മൈ ബേർ കെ പേട് മേ സേ ആയി ഹു. ഞാൻ ഈ പ്ലം പേടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ജൂട്ടി, കള്ള. മൈനെ കഹ അവർ സോച്ച. അപ്പം ഈ വഴിയാത്രക്കാരൻ പറഞ്ഞ അത് കള്ള. അങ്ങനെ പറഞ്ഞുകൊണ്ട് വഴിയാത്രക്കാരൻ ചിന്തിച്ചു, എന്താണ്, ബേർ കെ പേട് സേ ക്യാ പാനി കാ ഫവ്വാര നിക്കൽത്താ ഹെ. ഈ ബേറിൻ്റെ പേടിൽ നിന്ന് എന്തുവാണ് ഈ വെള്ളത്തിൻ്റെ ഫൗണ്ടെയിൻ വരുമോ? ഫവ്വാര എന്ന് വെച്ചാൽ ഫൗണ്ടെയിൻ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മീനിങ്സ് നമ്മൾ പറയാൻ പറ്റുമായിരുന്നു. സറക്ന എന്ന് വെച്ചാൽ ഗ്ലൈഡ്, സുരീലി എന്ന് വെച്ചാൽ മെലോഡിയസ്, ബേർ കി ജാടി എന്ന് വെച്ചാൽ പ്ലം ബുഷ്, അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചോണം. അപ്പം ഇദ്ദേഹം പറയുകയാണ്, ഈ ഫവ്വാര ഈ ഇതിൽ നിന്നും വെള്ളത്തിൻ്റെ ഫൗണ്ടനാണോ ബേർ കി പേടിൽ നിന്ന് വരുന്നതെന്ന് ഈ വഴിയാത്രക്കാരൻ ആലോചിച്ചു. ബൂന്ദ് ഫിർ ഹിലി മാനോ മേരെ അവിശ്വാസ് സേ ഉസേ ദുഃഖ് ഹുവാ ഹോ. അപ്പോൾ ഈ വെള്ളത്തുള്ളി പിന്നെ ഒന്ന് കുലുങ്ങി.
ഈ വഴിയാത്രക്കാരൻ്റെ അവിശ്വസിച്ചതിൽ ആ വെള്ളത്തുള്ളിക്കൊരു ദുഃഖം വന്ന പോലെ അതൊന്ന് കുലുങ്ങി. സുനോ, मैं इस पेड़ के पास की भूमि में बहुत दिनों से इधर उधर घूम रही थी. കേൾക്കൂ, ഞാൻ ഈ മരത്തിൻ്റെ അടുത്തുള്ള ഭൂമിയിലൂടെ കുറേ ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. मैं कणों का हृदय टटोलती फिरती थी कि एकाएक पकड़ी गई. അപ്പം ഞാൻ എൻ്റെ ഈ കണത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്താണ്, പെട്ടെന്ന് തന്നെ ഞാൻ പിടിക്കപ്പെട്ടു. അപ്പം ഈ നമ്മുടെ ഈ കാട്ടിലൂടെ, അതായത് ഈ മരത്തിൻ്റെ അടുത്തുള്ള സൈഡിൽ കൂടെ വളരെ സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്ന വെള്ളത്തിനെ പെട്ടെന്ന് പിടിച്ചു. കൈസേ മൈനെ പൂച്ച. വഴിയാത്രക്കാരൻ ചോദിച്ചു, എങ്ങനെ? वह जो पेड़ तुम देखते हो ना, वह ऊपर ही इतना बड़ा नहीं है, पृथ्वी में भी लगभग इतना ही बड़ा है. അപ്പം അതായത് നിങ്ങൾ ആ മരം കണ്ടോ, അത് നമ്മൾ ഭൂമിക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലുതാണെന്ന് തോന്നത്തില്ല. പക്ഷേ ഈ ഭൂമിക്ക് അടിയിലോട്ടും അതിന് നല്ലോണം വളർച്ചയുണ്ട്. ഉസ്കി ബഡി ജഡേ ചോട്ടി ജഡേ ഔർ ജഡോं के रोए है. അപ്പം അതിന് എന്താണ്, വലിയ ജഡയെന്ന് വെച്ചാൽ റൂട്ട്. അപ്പം അതിന് വലിയ റൂട്ടുണ്ട്, കൊച്ചു റൂട്ടുണ്ട്, അതേപോലെ റോയെന്ന് വെച്ചാൽ ആ റൂട്ടുകൾക്ക് ബ്രാഞ്ചസ്, റോയെന്ന് വെച്ചാൽ ബ്രാഞ്ചസ്, അതിന് ബ്രാഞ്ചസ് ഉണ്ട്. വേ റോയെ ബഡേ നിർദ്ദയി ഹോത്തി ഹെ. ഈ റൂട്ട്സിൻ്റെ ബ്രാഞ്ചസ് ഒരു ദയയില്ലാത്തതാണ്. മുझ जैसे असंख्य जलकणों को वे बलपूर्वक पृथ्वी में से खींच लेते हैं. അപ്പം ഈ ദയയില്ലാത്ത ഈ ബ്രാഞ്ചസ് ഞങ്ങളെപ്പോലെയുള്ള അസംഖ്യം ജലഗണങ്ങളെ ബലപൂർവം ഭൂമിയിൽ നിന്നത് വലിച്ചെടുക്കും. कुछ को तो पेड़ एकदम खा जाते हैं और अधिकांश का सब कुछ छीनकर उन्हें बाहर निकाल देते हैं. കുറച്ച് പേട് ഭക്ഷണമാക്കും, ബാക്കിയുള്ളത് പുറത്തേക്ക് തള്ളിവിടും, ബാക്കിയുള്ള ജലകണങ്ങളെ പുറത്തേക്ക് തള്ളിവിടും. ക്രോധ് ഔർ ഘൃണാസേ ഉസ്കാ ശരീർ കാംപ് ഉഠാ. അപ്പോൾ ഈ വെള്ളത്തുള്ളിക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അതിൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. തും ക്യാ സമജ്തേ ഹോ കി വേ ഇത്നെ ബഡേ യോ ഹി ഖഡേ ഹേ. उन्हें इतना बड़ा बनाने के लिए मेरे असंख्य बंधुओं ने अपने प्राण नाश किए हैं. मैं बड़े ध्यान से उसकी कहानी सुन रहा था. അപ്പം ഈ ജലകണം ആ കഥ കണ്ടിന്യൂ ചെയ്യണം. അപ്പം വഴിയാത്രക്കാരനോട് പറയുക, തും ക്യാ സമജ്തേ ഹേ, നിങ്ങളെന്താ വിചാരിക്കുന്നത്, ഇത് ഇത്രയും വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാ? ഇത് ഞങ്ങളെപ്പോലെയുള്ള അസംഖ്യം ജലകണങ്ങളെ, അതായത് ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാവരെയും പ്രാണനാശം ചെയ്തിട്ടാണ് ഈ മരങ്ങളൊക്കെ ഇത്ര വലുതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് വഴിയാത്രക്കാരൻ വളരെ ശ്രദ്ധയോടുകൂടി ഈ ജലകണത്തിൻ്റെ കഥ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തുടങ്ങി. हाँ, तो मैं भूमि के खनिजों को अपने शरीर में घुलाकर आनंद से फिर रही थी कि दुर्भाग्यवश एक रोए से मेरा शरीर छू गया. അപ്പം ജലകണം പറയുകയാണ്, അങ്ങനെ ഭൂമിയിലെ മിനറൽസ്, ഖനിജം എന്ന് വെച്ചാൽ മിനറൽസിനെ തൻ്റെ ശരീരത്ത് കുലാന എന്ന് വെച്ചാൽ ഡിസോൾവ്. അപ്പം ഈ മിനറൽസിനെ തൻ്റെ ശരീരത്ത് ഡിസോൾവ് ചെയ്തുകൊണ്ട് വളരെ ഇതായിട്ടിങ്ങനെ വളരെ ആനന്ദത്തോടു കൂടി ഈ ജലകണം നടന്നുകൊണ്ടിരുന്നപ്പോൾ ദുർഭാഗ്യവശാൽ ഇതുപോലൊരു ബ്രാഞ്ചസ്, ഒരു റൂട്ടിൻ്റെ ബ്രാഞ്ച് ഈ ജലകണത്തിനെ തൊട്ടു. മൈ കാപ്പി, ജലകണം ഒന്ന് വിറച്ചു. दूर भागने का प्रयत्न किया परंतु वे पकड़कर छोड़ना नहीं जानते. അപ്പം പെട്ടെന്ന് തന്നെ അത് വിടുവിച്ച് ഓടാനുള്ള ശ്രമമൊക്കെ നടന്ന്, പക്ഷേ അവർ വിട്ടില്ല. മൈ റോയെ മീ കീഞ്ച് ലീ ഗയി, ഞാൻ ആ ബ്രാഞ്ചസിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. ഫിർ ക്യാ ഹുവാ മൈനെ പൂച്ച, മേരി ഉത്സുകത ബഡ് ചലി തീ. അപ്പം ഇവിടെ വഴിയാത്രക്കാരൻ ചോദിക്കുകയാണ്, പിന്നെന്തുണ്ടായി? അദ്ദേഹത്തിൻ്റെ ഉത്സുകത വളരാൻ തുടങ്ങി. മൈ ഏക് കോട്ടലി മേ ബന്ദ് കർ ദീ ഗയി. കോട്ടലി എന്ന് വെച്ചാൽ സെൽ. അപ്പം ഒരു ചെറിയ മുറി,
അപ്പം ജലഗണം പറയുകയാണ് തന്നെ ഒരു മുറിയിലേക്ക് അടച്ചിട്ടു. थोड़ी देर बाद ऐसा जान पड़ा कि कोई मुझे पीछे से धक्का दे रहा है और कोई मानो हाथ पकड़कर आगे को खींच रहा हो. അതായത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താണ് ആരൊക്കെയോ എന്നെ എന്താണ് പുറകിൽ നിന്നും ഇങ്ങനെ പുഷ് ചെയ്യണം. ദക്ക എന്ന് വെച്ചാൽ പുഷ് ചെയ്യാണ്. അതേപോലെ ആരൊക്കെയോ എന്നെ എന്താണ് എന്നെ എന്താണ് മുന്നോട്ടും എന്താണ് മേരെ ഹാത്ത് പക്കട്കർ ആകെയൊക്കെ എന്നെ മുന്നോട്ട് വലിക്കുകയും ഒക്കെ ചെയ്യാണ്. മേരാ ഏക് ഭായി ബി വഹാ ലായാ ഗയ. അപ്പോൾ എൻ്റെ ഒരു അനിയനെയും അവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഉസ്കെ ലിയെ സ്ഥാൻ ബനാനെ കെ കാരൺ മുझे ദബായ ജാ രഹാ താ. അപ്പോൾ എന്താണ് ഞങ്ങളെ ഇങ്ങനെ എല്ലാം കൂട്ടത്തോടെ സെല്ലിലേക്ക് ഇടുക. അപ്പോൾ എൻ്റെ ഒരു അനിയനും കൂടെ ഇതിൻ്റെ പുറകെ വന്നു. അപ്പോൾ അവനും കൂടെ ഉള്ള സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ദബാന എന്ന് വെച്ചാൽ പ്രസ് ചെയ്യുക, അതിനകത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ആകെ ഏക് ഔർ ബൂന്ദ് മേരാ ഹാത്ത് പകഡ്കർ ഊപ്പർ കീഞ്ച് രഹി തി. അപ്പം മുന്നോട്ട് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് വേറൊരു ബൂന്ദ് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് വലിക്കുന്നുണ്ടായിരുന്നു. മൈ ഉൻ ദോനോ കെ ബീച്ച് പിസ് ഗയി. അപ്പം ഈ ബൂന്തിനെ പല വഴിക്കുന്നു ഇങ്ങനെ പിടിക്കുകയും വലിക്കുകയും ചെയ്തപ്പോൾ അതിനിടയിൽ അങ്ങ് പെട്ടുപോയി. मैं लगभग 3 दिन तक यह सांसत भोगती रही. അപ്പോൾ ഞാനൊരു 3 ദിവസം, അപ്പോൾ മഴത്തുള്ളി പറയുക വെള്ളത്തുള്ളി പറയുക ഒരു 3 ദിവസത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻ സഹിക്കേണ്ടി വന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉന്തും തള്ളും പിടിച്ചു വലിയും എല്ലാം. കാര്യം എല്ലാ ജലകണങ്ങളെയും കൂടെ ആ ഒരു കോട്ടറിക്കകത്തായിട്ട് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. मैं पत्तों के नन्हे नन्हे चेंदों से होकर जैसे 23 जान बचाकर भागी. ഞാൻ ഇലയുടെ കൊച്ചു ചേന്തോന്ന് വെച്ചാൽ ലിറ്റിൽ ഹോൾസ്, നന്നെ ചേന്തോന്ന് വെച്ചാൽ ലിറ്റിൽ ഹോൾസ്. ഞാനൊരു ഇലയുടെ കുറച്ച് കൊച്ചു ഹോളിൽ കൂടെ എങ്ങനെയോ വലിഞ്ഞു മുറുകി പുറത്തേക്ക് വന്നു. मैंने सोचा था कि पत्ते पर पहुँचते ही उड़ जाऊंगी. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇലയുടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അങ്ങ് പറക്കാമെന്ന്. परंतु बाहर निकलने पर ज्ञात हुआ कि रात होने वाली थी और सूर्य जो हमें उठने की शक्ति देते हैं जा चुके हैं और वायुमंडल में इतने जलकण उड़ रहे हैं कि मेरे लिए वहाँ स्थान नहीं है. तो मैं अपने भाग्य पर भरोसा कर पत्तों पर ही सिकुड़ी पड़ी. അപ്പോൾ ഇതൊരു നീണ്ട സെൻറ്റൻസ് ആണ്. അപ്പം ഈ ജലകണം എന്താണ് ഇലയുടെ പുറത്ത് വന്നപ്പോൾ തനിക്ക് പറന്നു പോകാമെന്ന പ്രതീക്ഷയോടാണ് വന്നത്. പക്ഷേ ബാഹർ നിക്കലിനെ പുറത്ത് വന്നപ്പോൾ ജ്ഞാത് ഹുവ മനസ്സിലായി എന്താണ്, രാത് ഹോനെ വാലി തീ രാത്രിയാവാൻ പോവുകയാണ്. സൂര്യ ജോ ഹമേ ഉഡ്നെ കി ശക്തി ദേത്തെ ഹേ സൂര്യനാണല്ലോ ഇവർക്ക് പറക്കാനുള്ള ശക്തി കൊടുക്കുന്നത്. ജാ ചുക്കെ ഹേ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. വായുമണ്ഡൽ മേ ഇത്തനാ ജൽകൺ ഉഡ് രഹേ ഹേ വായുമണ്ഡലം നിറച്ച് ജലകണങ്ങളാണ്. അപ്പം എന്താണ് ആ ജലകണത്തിലേക്ക് ഈ ജലകണത്തിനും കൂടെ ചെല്ലാനുള്ള ഒരു സ്പേസ് ഇല്ല. അതായത് വായുമണ്ഡലം നല്ല ഹ്യൂമിഡായിട്ടുള്ള ഉള്ളിടത്തേക്ക് പിന്നെയും ഇതിനും ഇവാപ്പറേറ്റ് ചെയ്ത് ചെല്ലാനുള്ള ഒരു സ്പേസ് ഇല്ല. അപ്പം ജലഗണം എന്തോ ചെയ്തു, തൻ്റെ ഭാഗ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഇലയിൽ തന്നെ ആ ദിവസം അങ്ങ് ചുരുണ്ടു കൂടി. अभी जब तुम्हें देखा तो जान में जान आई और रक्षा पाने के लिए तुम्हारे हाथ पर कूद पड़ी. ഇപ്പോൾ ഞാൻ നിങ്ങളെ വഴിയാത്രക്കാരനോട് പറയുകയാണ്, അപ്പം ഞാൻ നിങ്ങളെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ജീവൻ വെച്ചു, അതായത് ഒരു ആശ്വാസം കിട്ടി. അപ്പോൾ എൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് ചാടിയതാണ്. हम दुख तथा भावपूर्ण कहानी का इस दुख तथा भावपूर्ण कहानी का मुझ पर बड़ा प्रभाव पड़ा. അപ്പം ഈ ദുഃഖകരമായതും ഭാവപൂർണമായിട്ടുള്ള ഈ കഥ കേട്ടപ്പോൾ വഴിയാത്രക്കാരനിൽ ഒരുപാട് പ്രഭാവം ഉണ്ടായി. मैंने कहा जब तक तुम मेरे पास हो कोई पत्ता तुम्हें न चू सकेगा. അപ്പോൾ എത്ര നേരം നീ എൻ്റെ കയ്യിലുണ്ടോ അതുവരെ നിന്നെ ഒരു ഇലയും തൊടത്തില്ല. ഭയ്യ തുമേ ഇസ്കെ ലിയേ ധന്യവാദ് ഹേ സഹോദര, ഇതിനു വേണ്ടി ഞാൻ നന്ദി പറയുന്നു.
मैं जब तक सूर्य न निकले തബി തക് രക്ഷ ചാത്തി ഹും. സൂര്യൻ ഉദിച്ചുയരുന്നിടം വരെ എനിക്ക് രക്ഷ വേണം താങ്കളിൽ നിന്നും. ഉൻകാ താങ്കളിൽ നിന്നല്ല, താങ്കൾ എന്നെ രക്ഷിക്കണം. ഉൻകാ ദർശൻ കർത്തേ ഹി മുസ്മിം ഉഡ്നെ കി ശക്തി ആ ജായേഗി. സൂര്യനെ കാണുമ്പോൾ എനിക്ക് പറക്കാനുള്ള ശക്തി വരും. മേരാ ജീവൻ വിചിത്ര ഘടനാവോ സെ പരിപൂർണ്ണ ഹെ. എൻ്റെ ജീവിതം പല പല സംഭവങ്ങളിലൂടെ പൂർണ്ണമായിട്ട് പരിപൂർണമാണ്. मैं उसकी कहानी तुम्हें सुनाऊंगी तो तुम्हारा हाथ तनिक भी न दुखेगा. ഞാൻ ആ കഥകളെല്ലാം താങ്കളോട് പറഞ്ഞു കേൾപ്പിക്കുകയാണെങ്കിൽ താങ്കളുടെ കൈ ഒരല്പം പോലും വേദനിക്കില്ല. അച്ഛ സുനാവു. അപ്പോൾ വഴിയാത്രക്കാരൻ പറഞ്ഞു, ശരി, നീ പറഞ്ഞോളൂ. ബഹുത്ത് ദിൻ ഹുവേ മേരെ പുരഖെ ഹൈഡ്രജൻ और ऑक्सीजन അതായത് ഓക്സിജൻ नामक 2 गैसों सूर्यमंडल में लेप्टों के रूप में विद्यमान थी. അപ്പം ഒരുപാട് നാളുകൾക്ക് മുമ്പ് എൻ്റെ പുറക്കെന്ന് വെച്ചാൽ എൻ്റെ ആൻസിസ്റ്റേഴ്സായ ഹൈഡ്രജനും ഓക്സിജനും എന്ന ഗ്യാസുകൾ സൂര്യമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. സൂര്യമണ്ഡലത്തിൽ ഇങ്ങനെ വിഹരിക്കുകയായിരുന്നു. സൂര്യമണ്ഡൽ അപ്നെ നിശ്ചിത് മാർഗ പർ ചക്കർ കാട്ട് രഹാത്ത. സൂര്യമണ്ഡലം തൻ്റെ സോളാർ സിസ്റ്റം തൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അവർക്കൊരു പാതയുണ്ടല്ലോ സൂര്യമണ്ഡലത്തിൽ ഗ്രഹങ്ങൾ കറങ്ങുന്നതിന്. ആ ഒരു പാതയിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേ ദിൻ തേ ജബ് ഹമാരെ ബ്രഹ്മാണ്ഡ് മേ ഉതൽ പുതൽ ഹോ രഹി തി അനേക് ഗ്രഹ ഔർ ഉപഗ്രഹ ബൻ രഹേ തി. അപ്പോൾ ആ സമയത്ത് ബ്രഹ്മാണ്ഡത്തിൽ ഉതൽ പുതൽ എന്ന് വെച്ചാൽ ഒരുപാട് ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ടഹറോ ക്യാ തുമാരെ പുർക്കെ അബ് സൂര്യമണ്ഡൽ മേ നഹി ഹെ. അപ്പോൾ വഴിയാത്രക്കാരൻ ചോദിച്ചു, നിൽക്കൂ, ഇപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് സൂര്യമണ്ഡലത്തിലില്ലേ, സോളാർ സിസ്റ്റത്തിലില്ലേ? വേ ഉൻകെ വംശജ് അപ്നി ഭയാവഹ ലപ്ടോം സെ അബ് ബി ഉൻകാ മുഖ് ഉജ്വൽ കിയേ ഹുവേ ഹെ. അവരുടെ വംശപരമ്പരകൾ ഇപ്പോഴും സൂര്യമണ്ഡലത്തിൽ വളരെ തേജസ്സോടുകൂടി നിലകൊള്ളുന്നുണ്ട്. तो मेरे पुरखे बड़ी प्रसन्नता से सूर्य के धरातल पर नाचते रहते थे. അപ്പോൾ എൻ്റെ പൂർവികർ വളരെ പ്രസന്നതയോടുകൂടി സൂര്യൻ്റെ അടുത്ത് ഇങ്ങനെ ഡാൻസ് കളിക്കുകയായിരുന്നു. एक दिन की बात है कि दूर एक प्रचंड प्रकाश पिंड दिखाई पड़ा. ഒരു ദിവസം വളരെ ദൂരെ വളരെ ഭീമാകാരമായ ഒരു സ്ട്രോങ് ലൈറ്റ് കാണപ്പെട്ടു. ഉൻകി ആങ്കോം ചൗദിയാനെ ലഗി. അപ്പോൾ എൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഡാസ്ലിംഗ് ആയിപ്പോയി, വല്ലാതെ അങ്ങ് കണ്ണഞ്ചിപ്പിക്കുന്നൊരു വെട്ടമായിരുന്നു. യഹ് പിണ്ഡ് ബഡി തേജി സെ സൂര്യക്ക് ഓർ ബഡ് രഹാത്ത. ഈ പിണ്ഡം ഭയങ്കര സ്പീഡിൽ സൂര്യൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജോ ജോ പാസ് ആത്താ ജാത്ത ഉസ്ക ആകാർ ബഡ്താ ജാത്താത്ത. അപ്പം അടുത്തടുത്ത് വരും തോറും അതിൻ്റെ വലുപ്പം വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. യഹ് സൂര്യസേ ലാഖോ ഗുണ ബഡാത്ത. ഇത് സൂര്യനെക്കാട്ടിലും ലക്ഷക്കണക്കിന് മടങ്ങ് വലുതായിരുന്നു. ഉസ്കി മഹാൻ ആകർഷൺ ശക്തി സേ ഹമാരാ സൂര്യ കാംപ് ഉഠ. അപ്പം അതിൻ്റെ ഭയങ്കരമായ ആകർഷണ ശക്തിയിൽ സൂര്യൻ വിറച്ചു. ഐസാ ജ്ഞാത് ഹുവ കി ഉസ് ഗ്രഹരാജ് സേ ടക്കരാക്കർ ഹമാരാ സൂര്യ ചൂർൺ ഹോ ജായേഗ. അപ്പം ഇതുമായിട്ട് കൂട്ടുമുട്ടി സൂര്യൻ തകർന്നു പോകുമെന്ന് വരെ തോന്നി. വൈസാ ന ഹുവ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വ സൂര്യ സേ സഹസ്രോ മീൽ ദൂർ സേ ഹി ഘൂംചല. ആ ലൈറ്റ് പിണ്ഡം സൂര്യനിൽ നിന്നും ആയിരക്കണക്കിന് മീൽ ദൂരെ അത് കറങ്ങി. परंतु उसकी भीषण आकर्षण शक्ति के कारण सूर्य का एक भाग टूटकर उसके पीछे चला. പക്ഷെ അതിൻ്റെ ആകർഷണ ശക്തി കാരണം സൂര്യൻ്റെ ഒരു കഷ്ണം കഷ്ണം അടർന്ന് ആ ഭീമാകാരമായ ലൈറ്റിൻ പിണ്ഡത്തിൻ്റെ പുറകിലൂടെ പാഞ്ഞു. കാര്യം അത് അതിനെ ആകർഷിച്ചെടുത്തു. ആ ഭീമാകാരമായ ആ പിണ്ഡം സൂര്യൻ്റെ ഒരു കഷ്ണം അങ്ങ് ആകർഷിച്ചെടുത്തു. सूर्य से टूटा हुआ भाग इतना भारी खिंचाव संभाल न सका और कई टुकड़ों में टूट गया. സൂര്യനിൽ നിന്നും അടർന്നു മാറിയ
എന്താണ് ഈ കഷ്ണത്തിന്, പക്ഷേ അത് ആ ആകർഷണ ശക്തി അത്രയ്ക്ക് അങ്ങോട്ട് താങ്ങാൻ പറ്റിയില്ല. എന്താണ് അത് ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു വലിവ് താങ്ങാൻ പറ്റിയില്ല. അത് പല കഷ്ണങ്ങളായിട്ട് അങ്ങ് പൊട്ടിച്ചിതറിപ്പോയി. ഉനി മീസെ ഏക് ടുക്കട ഹമാരി പൃഥ്വി ഹെ, അതിൽ നിന്നൊരു കഷ്ണമാണ് നമ്മുടെ എർത്ത്. യഹ് പ്രാരംഭ മേ ഏക് ബഡ ആഗ് കാ ഗോല താ. അപ്പം നമ്മുടെ ഭൂമി അതിൽ നിന്ന് അടർന്നു മാറിയൊരു കഷ്ണമാണ്. അപ്പം ഭൂമി ആദ്യം എന്താണ് ഇതേപോലെ ഒരു ഫയറിൻ്റെ ഒരു ഗോളമായിരുന്നു, ഒരു തീ ഗോളമായിരുന്നു. ആക്ക ഗോളം എന്ന് വെച്ചാൽ തീ ഗോളം. ഐസാ പരന്തു ഉൻ ലപ്ടോം സേ തും പാനി കൈസേ ബനി. അപ്പം വഴിയാത്രക്കാരൻ ചോദിക്കണം, ഓ അങ്ങനെ, പക്ഷേ അതിൽ നിന്നും നീ എങ്ങനെയാണ് പാനിയായത്? മുझे ठीक पता नहीं, എനിക്ക് അങ്ങനെ അത്ര വ്യക്തമായിട്ട് അറിയില്ല. हाँ ये सही है कि हमारा ग्रह ठंडा होता चला गया. പിന്നെ ഒന്ന് സത്യമാണ്, ഈ ഈ പോയ ഉണ്ടായിരുന്നതാണ് ഇവരുടെ ഈ ജലഗണത്തിൻ്റെ ആൻസിസ്റ്റേഴ്സ്. അപ്പോൾ ഈ ഭൂമിയിലാണ് അങ്ങനെ ഈ കഷ്ണം പിണ്ടത്തിൻ്റെ പുറകെ ആകർഷിച്ച് കഷ്ണമായിട്ട് ഈ ഭൂമിയായ ആ തീഗോളത്തിലേക്ക് ഈ ഗ്യാസും വന്നു. അപ്പം ഈ ഗ്യാസ് ഇപ്പം നമ്മുടെ ഭൂമിയുടെ ആ പഴയ ആ ഒരു സ്റ്റേറ്റിലാണ്. പണ്ടത്തെ അവസ്ഥയിൽ അതിൽ ഗ്യാസായിട്ടാണ് ഈ ജലഗണത്തിൻ്റെ ആൻസിസ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ എന്താണ് പതുക്കെ ഭൂമി എന്താണ് ठंडा होता चला, ഭൂമി അങ്ങനെ തണുക്കാൻ തുടങ്ങി. और मुझे याद है कि अरबों वर्ष पहले मैं हाइड्रोजन और ऑक्सीजन के रासायनिक क्रिया के कारण उत्पन्न हुई है. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഈ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും കെമിക്കൽ കോമ്പോസിഷനിലൂടെ എന്താണ് ഹൈഡ്രജനും ഓക്സിജനും ഒരുമിച്ച് ചേർന്നാണ് ഈ ജലകണം ഉണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാം, വാട്ടർ മോളിക്യൂൾസ് എന്ന് വെച്ചാൽ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജനും ചേർന്നാണ്. അപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കെമിക്കലി കോമ്പോസ് ചെയ്ത് വെള്ളമായി. उन्होंने आपस में मिलकर अपना प्रत्यक्ष अस्तित्व गवा दिया है और मुझे उत्पन्न किया है. അപ്പോൾ ഈ ഹൈഡ്രജൻ ഓക്സിജനും കൂടെ ഒരുമിച്ച് ചേർന്ന് ഞാനുണ്ടായി. मैं उन दिनों भाप के रूप में पृथ्वी के चारों ओर घूमती फिरती थी. ആ സമയത്ത് ഞാൻ നീരാവിയായിട്ട് ഭൂമിയുടെ നാല് വശത്തും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്കെ ബാദ് ന ജാനെ ക്യാ ഹുവ, അതിനുശേഷം എന്താ സംഭവിച്ചതെന്നറിയില്ല. ജബ് മുझे होश आया तो मैंने अपने को ठोस बर्फ के रूप में पाया. പിന്നെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാനൊരു സോളിഡ് ഐസ്, ടോസ് എന്ന് വെച്ചാൽ സോളിഡ് ഐസിൻ്റെ രൂപത്തിൽ ആയിരിക്കുന്നു. മേരാ ശരീർ പെഹലെ ഭാപ് രൂപ് മേ താ വഹ് അബ് അത്യന്ത് ചോട്ടാ ഹോ ഗയാ താ. അപ്പം എൻ്റെ ശരീരം പണ്ട് നീരാവിയുടെ രൂപത്തിലായിരുന്നു, ഇപ്പം പക്ഷേ അത് ഒരുപാട് അങ്ങ് ചെറുതായി. വഹ് പഹലെ സേ കോയി 70 ഹവാം ഭാഗ് രഹ് ഗയാ താ. അപ്പം എന്താണ് അത് നേരത്തെ നിന്നും ഒരു 17 ടൈംസ്, 70 ഹവ എന്ന് വെച്ചാൽ 17 ടൈംസ് ഡിവൈഡ് ചെയ്ത്, അതായത് അതിലൊരു 17 ഒരു ഭാഗമായി മാറി നേരത്തെ ഉള്ളതിൽ നിന്നും. मैंने देखा मेरे चारों ओर मेरे असंख्य साथी बर्फ बने पड़े हैं. അതായത് ഞാൻ ചുറ്റും നോക്കിയപ്പോൾ കണ്ടു എന്താണ് അസംഖ്യം സുഹൃത്തുക്കൾ, ഈ വെള്ളത്തുള്ളിയുടെ അസംഖ്യം സുഹൃത്തുക്കൾ ഇതുപോലെ ഐസായിട്ട് അവൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. जहाँ तक दृष्टि जाती थी बर्फ के अतिरिक्त कुछ दिखाई न पड़ता था. എങ്ങോട്ടൊക്കെ നോക്കിയാലും മഞ്ഞ് തന്നെ, എല്ലാ സൈഡിൽ നോക്കുമ്പോഴെല്ലാം മഞ്ഞ് തന്നെയായിരുന്നു പിന്നെ കണ്ടത്. जिस समय हमारे ऊपर सूर्य की किरणों पड़ती थी तो सौंदर्य बिखर पड़ता था. അപ്പോൾ എപ്പോഴൊക്കെ സൂര്യൻ്റെ വെളിച്ചം അവരുടെ പുറത്തടിക്കുന്നു, അതായത് ഈ ഐസിൻ്റെ പുറത്തടിക്കുന്നു, ആ സമയം ഇവരുടെ സൗന്ദര്യം അങ്ങ് എന്താണ് ഒരുപാട് ഉയരും, നല്ല ബ്യൂട്ടിഫുൾ ആവും ആ ഏരിയ. हमारे कितने साथी ऐसे भी थे जो बड़ी उत्सुकता से आंधी में ऊंचा उड़ने उछलने कूदने के लिए कमर कसे तैयार बैठे रहते थे. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വളരെ ഉത്സുകതയോടുകൂടി എന്താണ് ഉച്ചലിനെ കൂതിനെ, അതായത് കുത്തിമറിയാനും നല്ല അവർ തമ്മിൽ കളിക്കാനും എല്ലാം ഇങ്ങനെ തയ്യാറായിരിക്കുകയായിരുന്നു. ബഡേ ആനന്ദ് കാ സമയ രഹാ ഹോഗാ വഹ.
അപ്പോൾ ആ സമയത്ത് അപ്പം ഈ സൂര്യൻ ഇങ്ങോട്ട് വരുമ്പം ആ വെട്ടം കൂടെ വരുമ്പോൾ ഇവരെല്ലാവരും ഹാപ്പിയാകും. അപ്പോൾ നല്ല ഒരു സന്തോഷത്തിൻ്റെ ഒരു സമയമായിരുന്നു. ബഡേ ആനന്ദ് കാ കിത്തനെ ദിനോം തക്, കൈ ലാഖ് വർഷം തക്, അങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഈ ഒരു എന്താണ് ബർഫായിട്ട് ഒരു ഐസായിട്ട് അവർ അങ്ങനെ ജീവിച്ചു. കൈ ലാഖ്. അപ്പം ഈ ലക്ഷങ്ങളെന്ന് കേട്ടപ്പോൾ വഴിയാത്രക്കാരൻ ഒന്ന് സർപ്രൈസായി. ഇത്തിരി ലക്ഷമോ? ചൗക്കോ നഹി. അപ്പം മഴത്തുള്ളി പറയാം, ആണ്, ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഞങ്ങളങ്ങനെ എന്താണ് എൻജോയ് ചെയ്ത് ജീവിച്ചു ബർഫിൻ്റെ രൂപത്തിൽ. മേരെ ജീവൻ മേം 100-200 വർഷ ദാൽ മേം നമക് കെ സമാൻ ഭി നഹി ഹൈ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 100-200 വർഷം എന്ന് പറയുന്നത് പരിപ്പ് കറിയിൽ ഉപ്പിൻ്റെ പോലും അല്ല. അതായത് പരിപ്പ് കറിയിൽ ഉപ്പെന്ന് വെച്ചാൽ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ അത്രയും പോലും അല്ല ഈ ജലഗണത്തെ സംബന്ധിച്ചിടത്തോളം 100-200 വർഷമൊക്കെ. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു പീരീഡാണ്. मैंने ऐसे दीर्घजीवी से वार्तालाप करते जान अपने को धन्य माना और ओस की बूंद के प्रति मेरी ശ്രദ്ധ बढ़ चली. അപ്പോൾ എനിക്ക് ഇത്രയും കാലമായിട്ട് ജീവിച്ച, അതായത് വഴിയാത്രക്കാരൻ പറയാണ്, ഇത്രയും കാലം ജീവിച്ച ഈ വെള്ളത്തുള്ളിയോട് സംസാരിച്ചപ്പോഴത്തേക്കും സ്വന്തം ജീവിതം ധന്യമായ പോലെ തോന്നി വഴിയാത്രക്കാരന്. അപ്പം ഈ ബൂന്തിനോട്, അതായത് ഈ വെള്ളത്തുള്ളിയോട് അദ്ദേഹത്തിന് ഒരുപാട് റെസ്പെക്റ്റ് വന്നു. ശ്രദ്ധ എന്ന് വെച്ചാൽ റെസ്പെക്റ്റ്. हम शांति से बैठे एक दिन हवा से खेलने की कहानियां सुन रहे थे कि अचानक ऐसा अनुभव हुआ मानो हम सरक रहे हो. सबके मुख पर हवाइयां उठने लगी. अब क्या होगा. അപ്പോൾ അങ്ങനെ അവർ വളരെ ശാന്തമായിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാറ്റിൽ കളിക്കുന്ന കഥകളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർക്കിങ്ങനെ തോന്നി, എന്താണ്, അവരും ഹം സരക് രഹേ, അതായത് അവർ മൂവ് ചെയ്യാണെന്ന് തോന്നി. സബ്കെ മുഖ് പർ ഹവായിയാം ഉടനെ ലഗി. അബ് ക്യാ ഹോഗ. അപ്പോൾ ആ സമയത്ത് എന്താണ്, എല്ലാവരുടെയും മുഖത്തേക്ക് ഈ കാറ്റടിക്കാൻ തുടങ്ങി, വിൻഡ് ബ്ലോ ചെയ്യാൻ തുടങ്ങി. അതായത് അവർ വളരെ സന്തോഷത്തോടെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് അവർ മൂവ് ചെയ്യുന്നതായിട്ടും അവരുടെ മുഖത്തേക്ക് കാറ്റടിക്കുന്നതായിട്ട്, സ്ട്രോങ് ആയിട്ടുള്ള കാറ്റടിക്കുന്നതായിട്ടും ഒക്കെ അവർക്ക് ഫീൽ ചെയ്തു. इतने दिन आनंद से काटने के पश्चात अब दुख सहन करने का साहस हमें न था. അപ്പോൾ ഇത്രയും നാളും വളരെ ആനന്ദത്തോടു കൂടി ജീവിച്ചിരുന്നത് കൊണ്ട് ഇനി ഒരു ദുഃഖം താങ്ങാനുള്ള ഒരു മനസ്സൊന്നും അവർക്കില്ലായിരുന്നു. बहुत पता लगाने पर हमें ज्ञात हुआ कि हमारे भार से ही हमारे नीचे वाले भाई दबकर पानी हो गए हैं. അപ്പോൾ എന്താണ്, കുറച്ച് ബഹുത് പതാ ലഗാനെ, അതായത് കുറച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, എന്താണ്, ഈ മുകളിലുള്ള ജലഗണങ്ങളുടെ ഭാരം കൊണ്ട് അവരുടെ താഴെയുള്ള അവരുടെ സഹോദരൻ പ്രസ്സായി അങ്ങ് വെള്ളമായി മാറി. ഉൻകാ ശരീർ ടോസ്പൻ കോ ചോട് ചുക്കാ ഹൈ. അതായത് അവരുടെ സഹോദരൻ്റെ ശരീരം സോളിഡ് സ്റ്റേറ്റ് വിട്ട് അത് ലിക്വിഡായി മാറി. और उनके तरल शरीर पर हम फिसल चले. അങ്ങനെ അവൻ്റെ ആ തരളമായ ശരീരത്തിലൂടെ ഞങ്ങൾ തെന്നി നീങ്ങാൻ തുടങ്ങി. മൈ കൈ മാസ് സമുദ്രമേയും ഇതർ ഉദർ ഘൂംതി രഹി. ഞാൻ അങ്ങനെ ഒരു വലിയ സമുദ്രത്തിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. കാര്യം അവർ എന്താണ് മഞ്ഞ് കട്ടകൾ ഉരുകി ഒഴുകാൻ തുടങ്ങി. ഫിർ ഏക് ദിൻ, അപ്പോൾ ഇപ്പോഴും ജലഗണം മഞ്ഞുകട്ടയുടെ രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ജലഗണത്തിൻ്റെ അടിയിലുള്ള മഞ്ഞുകട്ടകളൊക്കെയാണ് വെള്ളമായിരിക്കുന്നത്. ഫിർ ഏക് ദിൻ ഗർമധാര സേ ഭേണ്ട് ഹോ ഗയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വാം സ്പ്രിങ്ങുമായിട്ട് കൂട്ടിമുട്ടേണ്ടി വന്നു. അപ്പോൾ എന്താണ്, അതായത് നല്ല ചൂടുള്ള വെള്ളവുമായിട്ട് ഇവർക്ക് കൂട്ടിമുട്ടേണ്ടി വന്നു. ധാര കെ ജലത്തെ अस्तित्व को ठंडक पहुंचाने के लिए हमने उसकी गर्मी सोखनी प्रारंभ कर दी और इसके फलस्वरूप मैं पिघल पड़ी और पानी बनकर समुद्र में मिल गई. അപ്പം ഈ ചൂടുവെള്ളത്തിൻ്റെ ധാര ഇവരുടെ ദേഹത്ത് തട്ടിയപ്പോൾ എന്താണ്, ഇവരുടെ തണുപ്പ് ആ ചൂടുവെള്ളത്തിലേക്ക് പകരുകയും അതിനെ തുടർന്ന് ഈ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജലഗണം ഐസിൽ നിന്നും വെള്ളമായി മാറി എന്താണ് കടലിലേക്ക് ലയിക്കുകയും ചെയ്തു.
समुद्र का भाग बनकर मैंने जो दृश्य देखा वह വർണ്ണാതീത് है. സമുദ്രത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ട ദൃശ്യങ്ങൾ വർണ്ണാതീതമായിരുന്നു. मैं अभी तक समझती थी कि समुद्र में केवल मेरे बंधु बांधवों का ही राज्य है, परंतु अब ज्ञात हुआ कि समुद्र में चहल पहल वास्तव में दूसरे ही जीवों की है और उसमें निरा नमक भरा है. അപ്പം ഞാൻ ഇതുവരെ വിചാരിച്ചത് സമുദ്രത്തിൽ എൻ്റെ ബന്ധുക്കൾ മാത്രമേ, അതായത് വെള്ളം മാത്രമേ ഉണ്ടെന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ മാത്രം, അതായത് മേരെ ബന്ധുബാന്ധവും കാഹി രാജ്യ ഹേ, ഞങ്ങളുടെ ബന്ധുക്കളുടെ രാജ്യം മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി എന്താണ്, സമുദ്രത്തിൽ എന്താണ് വേറെ ജീവികളും ഉണ്ട്. ഔർ ഉസ്മേ നിരാ നമക് ഹേ, അതിനകത്ത് നിറയെ ഉപ്പാണ്. പെഹലെ പെഹൽ സമുദ്ര കാ ഖാരാപ്പൻ മുझे ബിൽക്കുൽ നഹി ഭായ, ജി മച്ചലാനെ ലഗ. ആദ്യമൊക്കെ എനിക്ക് ഈ വെള്ളത്തിൻ്റെ സാലിനിറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പിന്നെ ഞാനത് സഹിക്കാൻ തുടങ്ങി. एक दिन मेरे जी में आया कि मैं समुद्र के ऊपर तो बहुत घूम चुकी हूँ, भीतर चलकर भी देखना चाहिए चाहिए कि क्या है. അപ്പം ഒരു ദിവസം ഈ ജലകണത്തിന് തോന്നി, ഞാൻ സമുദ്രത്തിൻ്റെ പുറത്ത് ഒരുപാട് ചുറ്റിക്കറങ്ങി, ഇനി എനിക്ക് സമുദ്രത്തിൻ്റെ അകത്ത് പോയി കാണണം. इस कार्य के लिए मैंने गहरे जाना प्रारंभ कर दिया. അതിനുവേണ്ടി ഞാൻ സമുദ്രത്തിൻ്റെ അകത്തേക്ക് പോകാൻ തുടങ്ങി. മാർഗമേ മൈനെ വിചിത്ര വിചിത്ര ജീവ് ദേഖെ, പോകുന്ന വഴിക്ക് ഞാൻ വിചിത്രങ്ങളായ ഒരുപാട് ജീവികളെ കണ്ടു. മൈനെ അത്യന്ത് ധീരെ ധീരെ രേങ്കിനെ വാലെ കോങ്കി, ജാലീദാർ മछलियाँ, കയി കയി മൻ ഭാരി കച്ചുവേ और हाथों वाली मछलियाँ देखी. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് എഴയുന്ന പല ജീവികൾ, എന്താണ് കോങ്കെ, കോങ്കെ എന്ന് വെച്ചാൽ കാങ്കെ സ്നെയിൽസ്, കച്ചുവേ എന്ന് വെച്ചാൽ ടട്ടിൽസ്, പിന്നെ കൈയുള്ള മീനുകൾ, അങ്ങനെ പല പല വിചിത്രമായ ജീവികളെ കണ്ടു. ഏക് മച്ചലെ ഐസി ദേക്കി ജോ മനുഷ്യ സെ കൈ ഗുണ ലംബി തി, ഒരു മീനാണെങ്കിൽ മനുഷ്യനെക്കാട്ടിൽ പല മടങ്ങ് വലിയൊരു മീനായിരുന്നു ഈ ജലകണം കണ്ട ഒരു മീൻ. ഉസ്കെ 8 ഹാത്ത് തേ, അതിന് 8 കൈകളുണ്ടായിരുന്നു. വഹ് ഇൻ ഹാത്തോം സെ അപ്നെ ഷിക്കാർ കോ ജഗട്ട് ലേത്തി തി, അപ്പോൾ ഈ കൈകൾ കൊണ്ട് തൻ്റെ ഇരയെ അത് പിടിക്കുമായിരുന്നു. मैं और गहराई की खोज में किनारों से दूर गई तो मैंने एक ऐसी वस्तु देखी कि मैं चौंक पड़ी. അപ്പം ഞാൻ വീണ്ടും അങ്ങ് ഉള്ളിലേക്ക് പോയപ്പോൾ ഞാൻ മറ്റൊരു വസ്തു കണ്ട് സർപ്രൈസ്ഡായി. अब तक समुद्र में अंधेरा था, सूर्य का प्रकाश कुछ ही भीतर तक पहुंच पाता था और बल लगाकर देखने के कारण मेरे नेत्र दुखने लगे थे. അപ്പം അകത്തേക്ക് പോയപ്പോൾ എന്താണ്, സമുദ്രത്തിൽ പിന്നെ ഇരുട്ടാണ്. സൂര്യൻ്റെ പ്രകാശം ഈ സമുദ്രത്തിൻ്റെ പുറത്തൊക്കെ അടിക്കത്തുള്ളൂ, അകത്തേക്ക് അടിക്കത്തില്ല. അപ്പോൾ അകത്ത് ഇരുട്ടാണ്. അപ്പോൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് നോക്കിയപ്പോൾ വാട്ടർ മോളിക്യൂൾസിൻ്റെ കണ്ണിന് ഒത്തിരി സ്ട്രെയിൻ എടുക്കാൻ തുടങ്ങി. मैं सोच रही थी कि यहाँ पर जीवों को कैसे दिखाई पड़ता होगा कि सामने ऐसा जीव दिखाई पड़ा मानो कोई लालटेन लिए घूम रहा हो. അപ്പം ഞാൻ ആലോചിക്കാൻ, ഇവിടത്തേക്കുള്ള ജീവികളെ എങ്ങനെയാണ് കണ്ണ് കാണുന്നത്, അവർക്ക് എങ്ങനെയെല്ലാം കാണാൻ പറ്റും. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഒരു ജീവിയെ കണ്ടപ്പോൾ എന്താണ്, ഒരു ലാൻഡേൺ എടുത്തുകൊണ്ട് കറങ്ങുന്ന പോലെ തോന്നി. അതൊരു ആ രീതിയിൽ അതിൻ്റെ കണ്ണൊക്കെ അങ്ങനെ തിളങ്ങുന്നതാണ്. യഹ് ഏക് അത്യന്ത സുന്ദർ മച്ഛലി തി, അത് വളരെ സുന്ദരമായ ഒരു മീനായിരുന്നു. इसके शरीर से एक प्रकार की चमक निकलती थी जो इसे मार्ग दिखलाती थी. അപ്പോൾ അത് ആ ലാൻറ്റേൺ പോലെയുള്ള ആ ഒരു ഇത് കണ്ണിൽ നിന്ന് മാത്രമല്ല, ചിലതിൻ്റെയൊക്കെ അങ്ങനെ വരും. ഇവിടെ ആ മീനിൻ്റെ എന്താണ് ശരീരത്തിൽ നിന്നാണ് ആ ചമക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വെട്ടത്തിലാണ് ഈ മീൻ അതിൻ്റെ വഴി കണ്ടെത്തുക. അപ്പോൾ അതിൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ ഒരു വെട്ടം ഉണ്ടാകും. ആ വെട്ടത്തിൻ്റെ സഹായത്തോടുകൂടി അത് വഴി കണ്ടെത്തി പോവുകയാണ് ചെയ്യുന്നത്. इसका प्रकाश देखकर कितनी छोटी छोटी अनजान मछलियाँ इसके पास आ जाती थी और यह जब भूखी होती थी तो पेड़ पर उनका भोजन करती थी. അപ്പോൾ ഈ വെട്ടം കണ്ടുകൊണ്ട് ഒരുപാട് കൊച്ചു കൊച്ചു മീനുകൾ ഇതിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഈ വലിയ മീനിന് എന്താണ്, ഈ പ്രകാശം പരത്തുന്ന ഈ മീനിന് എപ്പോഴൊക്കെ വിശക്കുമോ അപ്പോൾ ഈ അടുത്ത് വരുന്ന കൊച്ചു മീനുകളെല്ലാം അത് പറക്കി
ഭക്ഷിക്കുമായിരുന്നു. വിചിത്ര ഹെ. അപ്പോൾ വഴിയാത്രക്കാരൻ പറഞ്ഞു, ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. ജബ് മൈ और नीचे समुद्र की गहरी तह में पहुंची तो देखा कि वहाँ भी जंगल है. വീണ്ടും സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് പോയപ്പോൾ മനസ്സിലായി അവിടെയും കാടാണ്. छोटे टिंगनी मोटे पत्ते वाले पेड़ बहुतायत से उगे हुए थे. എന്താണ് ചോട്ടെ ടിഗനി എന്ന് വെച്ചാൽ ബ്രാഞ്ചസ്, ചെറിയ ബ്രാഞ്ചസ് ഉള്ളത്. മോട്ടെ പത്തെ നല്ല കട്ടിയുള്ള വലിയ ലീവ്സ് ഉള്ള അങ്ങനെയുള്ള പീടുകളൊക്കെ അവിടെ ഇഷ്ടം പോലെ സമുദ്രത്തിൻ്റെ അടിയിൽ ആ കാട്ടിലുണ്ടായിരുന്നു. വഹാം പർ പഹാഡിയാ ഹെ, ഘാട്ടിയാ ഹെ. പഹാഡിയ എന്ന് വെച്ചാൽ മൗണ്ടൻസ്, അവിടെ മൗണ്ടൻസ് ഉണ്ടായിരുന്നു. ഘാട്ടിയ എന്ന് വെച്ചാൽ വാലീസ് ഉണ്ടായിരുന്നു. इन पहाड़ियों की गुफाओं में नाना प्रकार के जीव रहते हैं और निपट अंधे तथा महा आलसी है. അപ്പം ഈ മൗണ്ടനിലെ ഗുഹകളിലൊക്കെ പലതരത്തിലുള്ള ജീവികളുണ്ടായിരുന്നു. അവർ നിപ്പട്ട് അന്ധ എന്ന് വെച്ചാൽ അവർ ടോട്ടലി ബ്ലൈൻഡാണ്. അതുകൂടാതെ തന്നെ അവർ വളരെ ആലസ്യവുമാണ്. അപ്പം അവരെങ്ങനെ ബ്ലൈൻഡുമാണ്, വളരെ അലസമായിട്ട് ആ ഗുഹയ്ക്കകത്ത് തന്നെ അങ്ങനെ അവരുടെ ജീവിതകാലം കഴിച്ചു കൂട്ടും. ये सब देखने में मुझे कई वर्ष लगे. ഇതെല്ലാം കാണാൻ ഞാൻ ഒരുപാട് വർഷം എടുത്തു. जी में आया कि ऊपर लौट चले. മനസ്സ് പറഞ്ഞു ഇനി അങ്ങ് മുകളിലേക്ക് പോകാം. परंतु प्रयत्न करने पर जान पड़ा कि यह असंभव है. ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായ അതൊക്കെ അസംഭവ്യമാണ്. കാര്യം എന്താണ്? മേരെ ഊപ്പർ പാനിക്ക് കോയി 3 മീൽ മോട്ടി തഹ് തിരി. 3 മൈലോളം എന്താണ് വെള്ളമുണ്ട് ഇനി ഈ വെള്ളത്തുള്ളിയുടെ മുകളിൽ വേറെ. മൈ ഭൂമി മേ ഗുസ്കർ ജാൻ ബച്ചാനേക്ക് ചേഷ്ട കർണേ ലഗി. ഞാൻ ഭൂമിയിലേക്ക് ഞൂഴ്ന്നിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ये मेरे लिए कोई नई बात न थी. ഇതെനിക്കൊരു പുതിയ കാര്യമൊന്നുമല്ല. करोड़ों जलकण इसी भांति अपना जान बचाते हैं और समुद्र का जल नीचे दमसता जाता है. അപ്പം കോടിക്കണക്കിന് ജലഗണങ്ങൾ ഈ രീതിയിൽ തൻ്റെ ജീവൻ രക്ഷിക്കാറുണ്ട്. मैं अपने दूसरे भाइयों के पीछे पीछे चट्टान में घुस गई. ഞാൻ എൻ്റെ ബാക്കിയുള്ള സഹോദരങ്ങളുടെ പുറകെ ഒരു ചട്ടാൻ എന്ന് വെച്ചാൽ റോക്ക്. അപ്പം ആ റോക്കിലേക്ക് ഞാനും ഒളിച്ചു. അപ്പം എന്താണ് ഈ പറഞ്ഞത്? അപ്പം ഇവരെന്താണ് ചെയ്തത്? ഭൂമിയിലേക്ക് കയറാനൊരുങ്ങി. ഈ സമുദ്രത്തിൽ ദംസന എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ചെയ്യാന്നാണ് അർത്ഥം. അപ്പം ഈ ജലഗണം വലിയ ഒരു റോക്കിൽ കയറി. कई वर्षों में कई मील मोटी चट्टान में घुसकर हम पृथ्वी के भीतर एक खोखले स्थान में निकले और एक स्थान पर इकट्ठा होकर हम लोगों ने सोचा कि क्या करना चाहिए. അങ്ങനെ ഒരുപാട് വർഷം എടുത്ത് ഒരുപാട് മൈൽസ് വലിയ കട്ടിയുള്ള ഒരു റോക്കിൽ കയറി ഭൂമിയുടെ പുറത്തേക്ക് വന്നു. ഒരു ഹോളോ സ്ഥലത്ത് വന്നു. കോക്കലെ സ്ഥാൻ എന്ന് വെച്ചാൽ ഒരു ഹോളോ പ്ലേസിൽ വന്ന് ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടി. ഇക്കട്ട ഹോന എന്ന് വെച്ചാൽ ഒത്തുകൂടുക. എന്നിട്ട് ഞങ്ങൾ ആലോചിച്ചു ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം. കുച്ച് കി സമ്മതി മേ വഹി പടാ രഹന ടീക്ത. ചിലരുടെയൊക്കെ അഭിപ്രായത്തിൽ അവിടെ തന്നെ ജീവിച്ചാൽ മതിയെന്നായിരുന്നു. പരന്തു ഹമ്മേ കുച്ച് ഉത്സാഹി യുവാ ഭീത്തെ. പക്ഷെ ഞങ്ങളിൽ കുറച്ച് ഉത്സാഹശാലികളായ യുവാക്കളുണ്ടായിരുന്നു. वे एक स्वर में बोले, हम खोज करेंगे, पृथ्वी के हृदय में घूम घूम कर देखेंगे कि भीतर क्या छिपा हुआ है. അപ്പം നമ്മൾ ഭൂമിക്കടിയിൽ നമ്മൾ തിരയും. നമുക്കിവിടെ നിൽക്കേണ്ട, നമ്മൾ വീണ്ടും കറങ്ങാൻ പോയി ഭൂമിക്കടിയിൽ എന്തൊക്കെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഭൂമിയുടെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. अब मैं शोर मचाते हुए आगे बढ़े तो एक ऐसे स्थान पर पहुंचे जहाँ ठोस वस्तु का नाम भी न था. പിന്നെ ഞങ്ങൾ വളരെ ഉത്സാഹത്തോടെ ആർത്തുല്ലസിച്ച് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഒരു സ്ഥലത്തെത്തി, അവിടെ സോളിഡായിട്ടുള്ള ഒന്നുമില്ല. ബഡി ബഡി ചട്ടാനെ ലാൽ പീലി പടിയെത്തി. വലിയ വലിയ റോക്കുകളൊക്കെ റെഡിഷ് യെല്ലോ കളറിൽ കാണപ്പെട്ടു. അവർ നാനാ പ്രകാർ കി ധാതുവേം ഇതർ ഉദർ ബഹനെ കോ ഉതാവലി ഹോ രഹി തി. അപ്പോൾ ധാതു എന്ന് വെച്ചാൽ മിനറൽസ്. അപ്പം പലതരത്തിലുള്ള മിനറൽസ് അവിടെ ഇവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു.
इसी स्थान के आसपास एक दुर्घटना होते होते बची. അപ്പം ഇതിനടുത്ത് തന്നെ ഒരു ദുർഘടനയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. അതെന്താണ്? ഹം ലോഗ് അപ്നി ഇസ് കോച്ച് മേം ഇത്തനെ പ്രസന്ന थे कि अंधाधुंध बिना मार्ग देखे बढ़ जाते थे. इसमें अचानक एक ऐसी जगह जा पहुंचे जहाँ तापक्रम बहुत ऊंचा था. അപ്പം എന്താണ്? ഞങ്ങളിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആർത്തുല്ലസിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എന്താണ്, ഒരു സ്ഥലത്തെത്തി. അവിടെ താപക്രം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരുന്നു. യഹ് ഹമാരെ ലിയെ അസഹ്യത, അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ അസഹ്യമായിരുന്നു. അപ്പോൾ അവർ വന്നുപെട്ട ദുർഘടനയെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഹമാരെ അഗുവ കാംപെ और देखते देखते उनका शरीर ഓക്സിജൻ और हाइड्रोजन में विभाजित हो गया. അഗുവ എന്ന് വെച്ചാൽ ലീഡർ. ഞങ്ങളുടെ ലീഡർ വിറച്ചിട്ട് ആ ലീഡർ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിച്ചങ്ങ് മാറി. ഇസ് ദുർഘടന സേ മേരെ ഖാൻ ഖടേ ഹോ ഗയേ. അപ്പം ഇത്ര ആയപ്പോഴത്തേക്കും ഞാൻ വല്ലാതെ വിഷമിച്ചു, ഞാൻ പേടിച്ചുപോയി. മൈ അപ്നെ और बुद्धिमान साथियों के साथ एक और निकल भागी. ഞാൻ എൻ്റെ കുറച്ച് ബുദ്ധിമാനായ സുഹൃത്തുക്കളുടെ കൂടെ ഞാൻ മറ്റൊരു വഴിയിലേക്ക് ഓടി. അപ്പോൾ ഇവരുടെ കൂടെയുള്ള ലീഡർ അങ്ങ് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിച്ച് അതങ്ങ് പോയി. അപ്പം ആ വാട്ടർ എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് നീരാവിയും അല്ല, അത് വിഭജിച്ചങ്ങ് മാറി. हम लोग अब एक ऐसे स्थान पर पहुंचे जहाँ पृथ्वी का घर रह कर हिल रहा था. പിന്നെ ഞങ്ങൾ വേറൊരിടത്തെത്തിയപ്പോഴാണ് ഭൂമിയുടെ പ്ലേറ്റ് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. एक बड़े जोर का धड़ाका हुआ. പെട്ടെന്ന് തന്നെ ഒരു ഭയങ്കര സൗണ്ടിലുള്ള ഒരു ഇതുണ്ടായി, ഒരു ശബ്ദം ഉണ്ടായി, ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി. ദടാക്ക എന്ന് വെച്ചാൽ എക്സ്പ്ലോഷൻ. ഹം ബഡി തേജി സെ ബാഹർ ഫേങ്ക് ദിയേ ഗേ. ഞങ്ങളെ വളരെ സ്പീഡിൽ ഞങ്ങളെ പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടു. ഹം ഊഞ്ചെ ആകാശ് മേ ഉടിച്ചലെ. ഞങ്ങൾ വളരെ ഊഞ്ചെ ആകാശ് മേ, ഞങ്ങൾ ആകാശത്തിലേക്ക് അങ്ങ് പറന്ന് പൊങ്ങി. ഇസ് ദുർഘടന സേ ഹം ചൗക്ക് പടത്തെ. ഈ ഒരു ദുർഘടനയിൽ ഞങ്ങൾ ആകെ ഷോക്ക്ഡായിരുന്നു. പീछे देखने से ज्ञात हुआ कि पृथ्वी फट गई है और उसमें धुआं, रेत, पिघली धातुएं तथा लपटें निकल रही है. അപ്പോൾ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ്, ഭൂമി ക്രാഷായി. അതിൽ നിന്നും ദുവ എന്ന് വെച്ചാൽ സ്മോക്ക്, റേത്ത് എന്ന് വെച്ചാൽ സാൻഡ്, പിക്കലി ധാതു എന്ന് വെച്ചാൽ മോൾട്ടൺ ലാവ, പിന്നെ അതുപോലെ ഡസ്റ്റ്, ഇതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി അവിടെ ഒരു വൾക്കാനിക് ഇറപ്ഷൻ ആയിരുന്നു നടന്നിരുന്നത്. യഹ് ദൃശ്യ ബഡാ ഹി ഷാൻദാർ താ और इसे देखने की हमें बार बार इच्छा होने लगी. അപ്പോൾ ഈ ഒരു ദൃശ്യം ഭയങ്കര സ്പെക്ടക്കുലർ ആയിരുന്നു. ഷാൻദാർ എന്ന് വെച്ചാൽ സ്പെക്ടക്കുലർ, വളരെ സ്പെക്ടക്കുലർ ആയിരുന്നു. അപ്പോൾ ഇത് കാണാനായിട്ട് അവർക്ക് വീണ്ടും വീണ്ടും ആഗ്രഹം തോന്നി. മൈ സമജ് ഗയാ തും ജ്വാലാമുഖി കി ബാത് കർ രഹി ഹെ. അപ്പോൾ വഴിയാത്രക്കാരൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നിങ്ങൾ ജ്വാലാമുഖിയുടെ കാര്യമല്ലേ പറയുന്നത്. ജ്വാലാമുഖി എന്ന് വെച്ചാൽ വൾക്കാനോയുടെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്. ഹാ തും ലോഗ് ഉസെ ജ്വാലാമുഖി कहते हो. നിങ്ങൾ അതിനെ ജ്വാലാമുഖി എന്നാണോ പറയുന്നത്. अब जब हम ऊपर पहुंचे तो हमें एक और भाप का बड़ा दल मिला. പിന്നെ ഞങ്ങൾ ഉയരത്തി വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ജലപാഷ്പം കണ്ടു. ഹം ഗരജ് കർ ആപ്പസ് മേ മിലെ और ആകെ बढ़े. ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടി മുന്നോട്ട് പോയി. പുരാനി സഹേലി ആന്തി കെ ബി ഹമേ യഹാം ദർശൻ ഹുയി. ആന്തി എന്ന് വെച്ചാൽ സ്റ്റോം. അപ്പം ഞങ്ങളുടെ പഴയ കൂട്ടുകാരിയായ സ്റ്റോമിനെ ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടു. വ ഹമേ പീഠ് പർ ലാദെ കബി ഇതർ ലേ ജാതി കബി ഉദർ. അങ്ങനെ ഈ സ്റ്റോം കൊടുങ്കാറ്റ്, ആന്തി എന്ന് വെച്ചാൽ സ്റ്റോം കൊടുങ്കാറ്റ്. അപ്പോൾ ഈ കൊടുങ്കാറ്റ് അവരെ പല വഴിക്ക് ഇങ്ങനെ അവരുടെ കൊടുങ്കാറ്റിൻ്റെ തോളത്തിരുത്തി ഇങ്ങനെ കൊണ്ടുപോയി. വഹ് ദിൻ ബഡേ ആനന്ദ് കെ തേ. ആ ദിവസങ്ങൾ ഭയങ്കര ആനന്ദപ്രദമായിരുന്നു. ഹം ആകാശ് മേ സ്വച്ഛന്ദ കിലോലെ കർത്തെ ഫിർത്തെ രക്തേ. ഞങ്ങൾ ആകാശത്ത് ഇങ്ങനെ സ്വച്ഛന്തമായിട്ട് രസിച്ച് ആനന്ദിച്ച് നടക്കുകയായിരുന്നു. बहुत से भाप जल कणों के मिलने के कारण हम भारी हो चले और नीचे झुक आए
और एक दिन बूंद बनकर नीचे कूद पड़े. അങ്ങനെ ഞങ്ങളുടെ ഈ ജലബാഷ്പങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയപ്പോഴത്തേക്ക് അങ്ങ് ഭാരമായി. ഈ ഭാരമെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഒരു ദിവസം ഇതങ്ങ് മഴയായി അങ്ങ് താഴേക്ക് പെയ്തു. അത് ഞങ്ങൾ വെള്ളത്തുള്ളികളായിട്ട് താഴേക്ക് പതിച്ചു. मैं एक पहाड़ पर गिरी और अपने साथियों के साथ मैली कुचैली हो एक और को बहचली. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പഹാഡിലൊരു വാലിയിൽ വീണിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ആർത്തുല്ലസിച്ച് ഒഴുകി. पहाड़ों में एक पत्थर से दूसरे पत्थर तक कूदने और किलकारी मारने में जो आनंद आया वह भूला नहीं जा सकता. അപ്പോൾ ഈ ഒരു കല്ലിൽ നിന്ന് മറ്റൊരു കല്ലിലേക്ക് ചാടി ഒഴുകുന്നതൊക്കെ നല്ല രസമുള്ള കാര്യം. ആ ആനന്ദം ഒരിക്കലും ഇവർക്ക് മറക്കാൻ പറ്റില്ല. हम एक बार बड़ी ऊंची शिखर पर से कूदे और नीचे एक चट्टान पर गिरे. ഞങ്ങൾ ഒരു വട്ടം വളരെ ഉയരത്തിലുള്ള ഒരു ശിഖരത്തിൽ നിന്ന് ചാടി ഒരു ചട്ടാൻ എന്ന് വെച്ചാൽ ഒരു റോക്കിൻ്റെ പുറത്തങ്ങ് വീണു. ബേചാര പത്തർ ഹമാരെ പ്രഹാർ സെ ടൂട്ട് കർ കണ്ട് ഹോ ഗയാ. പാവം പിടിച്ച ആ സ്റ്റോണ് ഞങ്ങൾ വീണപ്പോൾ ആ ഒരു പ്രഹരശേഷിയിൽ അത് പല കഷ്ണങ്ങളായിട്ടങ്ങ് തകർന്നു പോയി. യഹ് ജോ തും ഇത്നി റേത് ദേഖ്തേ ഹോ പത്തരോ കോ ചബാ ചബാ കർ ഹമേ ബനാത്തെ ഹേ. അപ്പം നിങ്ങൾ ഈ കാണുന്ന റേത്ത് എന്ന് വെച്ചാൽ സാൻഡ്, നിങ്ങൾ ഈ കാണുന്ന സാൻഡെല്ലാം ഞങ്ങൾ ഇതുപോലെ കല്ലുകൾ ഭസ്മമാക്കി കഷ്ണമാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് വെള്ളത്തിനാണെന്നാണ് ജലഗണം പറയുന്നത്. जिस समय हम मौज में आते हैं तो कठोर से कठोर वस्तु हमारा प्रहार सहन नहीं कर सकती. അപ്പം ഞങ്ങൾ ഇങ്ങനെ ആർത്തുല്ലസിച്ച് ഞങ്ങൾ വളരെ മസ്തിയായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ ആ പ്രഹരം ഒരു വസ്തുവിനും താങ്ങാൻ പറ്റത്തില്ല. अपनी विजयों से उन्मत्त होकर हम लोग इधर उधर बिखर गए. ബിക്കർണ എന്ന് വെച്ചാൽ സ്കാറ്റർ ആവുക. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വിജയങ്ങളിൽ ഉന്മത്തരായിട്ട് ഞങ്ങൾ പല വഴിക്ക് സ്കാറ്റേർഡ് ആയിപ്പോയി. मेरी इच्छा बहुत दिनों से समतल भूमि देखने की थी, इसलिए मैं एक छोटी धारा में मिल गई. എൻ്റെ ആഗ്രഹം ഒരു സമതല ഭൂമിയിലേക്ക് പോകണമെന്നായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ചെറിയ വെള്ളത്തിൻ്റെ ഒഴുക്കിലേക്ക് ഞാനങ്ങ് കൂടിച്ചേർന്നു. അതായത് ചെറിയ രീതിയിൽ വലിയ സ്ലോ ആയിട്ട് ഒഴുകുന്ന ഒരു സ്ട്രീമിലേക്ക് കൂടിച്ചേർന്നു. സരിത കെ വേ ദിവസ് ബഡേ മജേ കെ തേ. हम कभी भूमि को काटते कभी पेड़ों को कोकले कर उन्हें गिरा देते. അപ്പം ഞങ്ങൾ ആ സമയം വളരെ മജയുടെ ദിവസമായിരുന്നു. ഞങ്ങൾ ഭൂമി പോകുന്ന വഴിക്കൊക്കെ കട്ട് ചെയ്തും ചില മരങ്ങളിലൊക്കെ ഞങ്ങൾ ഒരു ഹോൾ ഉണ്ടാക്കിയും ആ മരങ്ങളെ വീഴ്ത്തിയൊക്കെ ഞങ്ങൾ രസിച്ചു. ബഹത്തെ ബഹത്തെ മൈ ഏക് ദിൻ ഏക് നഗർ കെ പാസ് പഹുഞ്ചി. അങ്ങനെ ഒഴുകി ഒഴുകി ഞങ്ങളൊരു നഗരത്തിൻ്റെ അടുത്തെത്തി. मैंने देखा कि नदी के तट पर एक ऊंची मीनार में से कुछ काली काली हवा निकल रही है. മീനാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടവർ. അപ്പം ആ നഗരത്തിൻ്റെ അടുത്ത് ഉള്ള നദീക്കരയിൽ ഒരു ടവർ പോലെ ഒരു സാധനം കണ്ടു. ആ ടവറിൽ നിന്ന് നല്ല കാലി ഹവ, നല്ല കറുത്ത പുക ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് കണ്ടു. അപ്പം ഇത് സൂചിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പം ഇൻഡസ്ട്രിയിൽ നിന്ന് പുറന്തള്ളുന്ന പൊള്യൂട്ടഡ് ആയിട്ടുള്ള എയറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൈ ഉത്സുക് ഹോ ഉസേ ദേഖ്നെ കോ ക്യാ ബഡി കി അപ്നെ ഹാത്തോം ദുർഭാഗ്യ കോ ന്യൗത്ത ദിയ. അത് വളരെ ഈ ജലഗണം വളരെ ഉത്സുകതയോടെ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ജലഗണത്തെ പിടിക്കപ്പെട്ടു. ജോഹി മൈ ഉസ്കെ പാസ് പഹുഞ്ചി അപ്നെ ഔർ സാത്തിയോं के साथ एक मोटे नल में खींच लेगी. ഒരു വലിയ ഒരു പൈപ്പിലേക്ക് ഇവരെ വലിച്ചെടുക്കപ്പെട്ടു. അപ്പോൾ ഇവർ നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ മോട്ടർ വെച്ച് ഒരു വലിയ പൈപ്പിലൂടെ ഇവരെ അങ്ങ് വലിച്ചെടുക്കപ്പെട്ടു. കൈ ദിനോ തക് മൈ നൽ ഘൂംതി ഫിരി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ പല പല പൈപ്പുകളിലൂടെ ഇങ്ങനെ കറങ്ങി നടന്നു. മൈ പ്രദിക്ഷൻ ഉസ്മേ സെ നിക്കൽ ഭാഗ്നെ കി ചേഷ്ടാ മേം ലഗി രഹത്തി തി. അപ്പോൾ ഓരോ നിമിഷവും എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പ്രദിക്ഷൻ എന്ന് വെച്ചാൽ ഓരോ നിമിഷവും ആ പൈപ്പിൽ നിന്ന് എങ്ങനെയും പുറത്തേക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഭാഗ്യമേരെ സാത്തത. അപ്പം ഭാഗ്യമേ ജലഗണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താ കാര്യം? ബസ് ഏക് ദിൻ രാത് കെ സമയ മൈ ഐസി സ്ഥാൻ പർ പഹുഞ്ചി ജഹാൻ നൽ ടൂട്ടാ ഹുവാ താ.
ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഒരു പൊട്ടിയ പൈപ്പിൻ്റെ അടുത്ത് എത്തി. അങ്ങനെ എന്താണ്, മൈ തുരന്ത് ഉസ്മേ ഹോക്കർ നിക്കൽ ഭാഗി ഔർ പൃഥ്വി മേ സമാ ഗയ. അങ്ങനെ ഞാൻ ആ പൊട്ടിയ പൈപ്പിലൂടെ പുറത്തു കടന്ന് ഭൂമിയിലേക്ക് പതിച്ചു. अंदर ही अंदर घूमते घूमते इस बेर के पेड़ के पास പഹുഞ്ചി. അങ്ങനെ കറങ്ങി കറങ്ങി ഞാൻ ഈ ബേർ പേടിൻ്റെ അടുത്ത് എത്തി. വഹുരുക്കി സൂര്യനിക്കലായെത്തി. ഇത്ര ആയപ്പോഴത്തേക്ക് ഈ ജലകണം പറഞ്ഞ് നിർത്തി. എന്താണ്, സൂര്യൻ വന്നിരിക്കുന്നു. ബസ് മൈനെ കഹ, ശരി, ഓക്കെ. അങ്ങനെ വഴിയാത്രക്കാരനും പറഞ്ഞു ഓക്കെ മതി. അപ്പോൾ ഇത്രയും കഥകൾ കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. ഹാ മൈ അബ് തുമാരെ പാസ് നഹി ടഹൽ സക്തി. ഇപ്പം ജലകണം ഇനി വഴിയാത്രക്കാരനോട് പറയുകയാണ്, ഇനി ഒരുപാട് സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. സൂര്യൻ നിക്കൽ ആയേ ഹേ, സൂര്യൻ റൈസ് ആയിട്ടുണ്ട്. തും മുझे रोककर नहीं रख सकते, ഇനി നിനക്ക് എന്നെ ഇവിടെ തടഞ്ഞ് നിർത്താനാവില്ല. വഹ് ഓസ് കി ബൂന്ദ് ധീരെ ധീരെ ഘടി ഔർ ആങ്കോं से ഓജൽ ഹോ ഗയി. അങ്ങനെ ആ വെള്ളത്തിൻ്റെ തുള്ളി പതുക്കെ പതുക്കെ കൺമുന്നിൽ നിന്നും അങ്ങ് ഡിസപ്പിയർ ആയി. ഓജൽ ഹോന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസപ്പിയർ ആകുക.